മോളെ, മോളിങ് വന്നേ. ഇതേ അമ്മയുടെ കൈ കൊണ്ട് കൊടുത്തേ. മാമൻ തന്നാന്ന് പറഞ്ഞാ മതി. വിളഞ്ഞ വിത്ത. അവളുടെ അല്ലതാ മോള്. വേലി ചാടുന്ന പശുവിന് മതിൽ ചാടുന്ന കിടാവ്. അമ്മേ, എന്താ മോളെ? മോൾ എന്താ അണക്കുന്നത്? ഓടിയോ? ഞാൻ ഇങ്ങോട്ട് വരുമ്പോ മാധവൻ ചേട്ടൻ വിളിച്ചു. എന്തിന്? അയാൾ എന്റെ കയ്യിൽ 5 രൂപ എന്നിട്ട് പറയുവാ അമ്മയ്ക്ക് കൊടുക്കാൻ. എന്നിട്ട് ഞാൻ ഏടെ മുഖത്ത് വലിച്ചെറിഞ്ഞിട്ട് ഒറ്റ ഓട്ടം കൊടുത്തു. എന്റെ പൊന്നു മതി. എന്ത് പറഞ്ഞാലും മുതലാളിക്ക് നിന്നെ വലിയ കാര്യമാ. 10-20 കൊല്ലമായി ഭാര്യ മരിച്ചിട്ട്. ഇതുവരെ വേറെ കല്യാണം കഴിച്ചിട്ടില്ല. നിന്നെ വലിയ ഇഷ്ടമാ. നീ ഒന്ന് മൂളിയാ മാത്രം മതി. പിറ്റേന്ന് കല്യാണമാ. ആരുടെ കല്യാണം മതി? അതോ അതങ്ങ് ദൂരെ ഒരാളുടെയാ. മോള് നടക്കും. സമയമായി. വാ. ഇനി 5 വീട്ടിൽ പാല് കൊടുക്കാനുള്ളതാ. പശുവാണേലൊട്ട് ചുരത്തുന്നതേ ഇല്ല. കുഞ്ഞുകുട്ടിയോടുള്ള വീടാ. കൊടുത്തില്ലേ മഹാഭാവമാ. അല്ല, ഇതാരാ നാരായണിയോ? എങ്ങോട്ടാ? വീട്ടിലോട്ടായിരിക്കും. അല്ല, കാറ്റുള്ള. കാറ്റുള്ളതോ നല്ലതാ. പക്ഷെ കാറ്റ് വീഴ്ച വരാതെ സൂക്ഷിക്കണം. നീ ഒരു പെണ്ണാ ഗോപാലേട്ടാ. ഇങ്ങനെ വെള്ളം ചേർത്താ വെള്ളം ഇറങ്ങാതെ ചാവും. അല്ലെങ്കിൽ ഞാൻ വെള്ളം ഇറങ്ങാതെ ചാവൂ. അതെന്താ? വെള്ളം തരാൻ ആരെങ്കിലും വേണ്ടേ? അതിനൊരു പണിയുണ്ട് ചേട്ടാ. ചാവാന്നേ കൊളത്തിൽ ചാടിയാ മതി. എഴുന്നേറ്റ് നടക്കാൻ ജീവനില്ല പെണ്ണിന്റെ ഒരു നാക്ക്. ഇതിൽ വെള്ളമാണോ? അല്ല. ആഹാ, എന്നാ പോണം. അയ്യോ, ഇന്ന് 4 വീട്ടിൽ കൊടുത്താ മതി. ഇറങ്ങിയില്ലെങ്കിലോ? നാശം കളവൻ. കാക്കേ കാക്കേ കൂടെ വീടെ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിനി തീറ്റിക്കോ. നമസ്കാരം മുതലാളി. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ഇവിടെ വരരുതെന്ന്? എനിക്ക് അപ്പോഴേ അറിയാം മുതലാളി തെറ്റിദ്ധരിക്കുന്നു. സുമതി, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ആ കൊച്ചൊരു സാധനം പഠിക്കൂലെന്ന്. എന്നാ 2 വാക്ക് വിദ്യാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കാൻ വെച്ച് വന്നാണ്. നന്നായിട്ട് പഠിക്കണേ. ഒരു സാധനം പഠിക്കില്ല.
ചോദിക്കാനും പറയാനും ആളില്ലാത്തതുകൊണ്ടല്ലേ ഈ എംബോക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നമ്മുടെ മുതലാളി ഇപ്പൊ വന്നില്ലായിരുന്നേ, നിന്റെ സ്ഥിതി എന്തായേനെ? അതെന്താ നീ ആലോചിക്കാത്തെ? അങ്ങേർക്ക് നിന്റെ ജീവനാ. ഇനി നിന്റെ ഇഷ്ടം. ഒരു ചായ. താനാണോ? ആശാനെ, അയാളൊരു പേടിത്തൊണ്ടനാണെന്നാ തോന്നണേ. ആശാൻ തന്നെ അങ്ങ് പോയാൽ മതി. ചായക്ക് മധുരല്ലേ? എന്നാ കാശ്. കഷ്ടമായി പോയല്ലോ, എല്ലാം കിഴപ്പോയി. സാരമില്ല, കുറച്ചുണ്ട്. പിന്നെ ഈ പ്രദേശത്തൊക്കെ വെള്ളമുള്ളതുകൊണ്ട് പേടിക്കാനില്ല, കച്ചവടം നടക്കും. ആരാണ് മനസ്സിലായില്ലല്ലോ? എന്റെ പേര് വാസുന്ന, ഞാൻ ഈ നാട്ടുകാരനല്ല. ഒന്ന് നിർത്തണേ, ഒന്ന് നിർത്തണേ. മുതലാളി, എന്തു പറ്റി കോല? നിന്ന നിൽപ്പിൽ ഉരുണ്ടങ്ങ് വീണു. എന്ത് പറ്റിയെന്ന് അറിയില്ല മുതലാളി. ശരി, കാർക്കത്തെ.
ഈ അസുഖം പതിവായി വരാറുള്ളതാണ്. ചോര കാണുമ്പോഴൊക്കെ എനിക്കിങ്ങനെ വരാറുണ്ട്. നിങ്ങൾ ഈ നാട്ടിലെങ്ങനെ എത്തി? ഒരു ജോലി അന്വേഷിച്ചു വന്നത്. എന്ത് ജോലി? എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം. പാവമാണെന്ന് തോന്നുന്നു. മുതലാളിയുടെ റാട്ടുപോരയിലെങ്ങാനും. ശരി, തൽക്കാലം റാട്ടുപുരയിൽ നിന്നു. ഞാൻ അയച്ചതാണെന്ന് മേസ്റ്റിനോട് പറഞ്ഞാൽ മതി. വളരെ നന്ദി. ഗോപാലിലേക്ക് വന്നേ. എന്താ? ആള് കുഴപ്പക്കാരനാണോടാ? കണ്ടിട്ട് വെള്ളം ചേർക്കാത്ത ആളാണെന്നാ തോന്നുന്നേ. അതുപോട്ടെ, നിന്റെ പാല് മുഴുവൻ വെള്ളമാണെന്നാണല്ലോ അടുക്കളക്കാരൻ പറയുന്നത്. നേരുദോഷം പറയരുതല്ലോ. ഇവിടെ പാല് തന്നതിന് ശേഷം മാത്രമേ ഞാൻ വെള്ളം ചേർക്കാറുള്ളൂ. അടുക്കളക്കാരൻ തമാശ പറഞ്ഞതാ. അവൻ തമാശല്ല പറഞ്ഞത്, സത്യമാ. ആ, എന്നാ എന്റെ പശുവിന്റെ കുഴപ്പമാ. അവള് ഫുൾ തണ്ണിയാ, ധാരാളം വെള്ളം കുടി. പിന്നെ നിങ്ങളുടെ ശക്തി മുഴുവൻ ആ റാട്ടിനോട് കാണിക്കണ്ട, സാവധാനം കറക്കാൻ മതി. പുതിയ ആളല്ലേ, സുമുനി ഒന്ന് ശ്രദ്ധിച്ചോണേ. അയ്യോ എനിക്ക് വേണ്ട. അയ്യോ എനിക്ക് പാല് വേണ്ട. നിങ്ങൾക്കല്ല. നിങ്ങൾ പാല് കുടിച്ചാലെന്താ, കുടിച്ചില്ലെങ്കിലെന്താ? സാവിത്രി, നമുക്കിടയിൽ എന്തിനായി ഗോപാലനെന്ന കട്ടുറുമ്പ്? എന്ത് ചെയ്യാനാ? പെട്ടുപോയില്ലേ? അങ്ങ് തട്ടിക്കളഞ്ഞാലോ? അയ്യോ, മഹാപാപം പറയരുത്. എന്തെന്നെ ആയാലും അങ്ങേരെന്റെ കെട്ടിയോനല്ലേ? ഓഹോ, അപ്പോ കാലോ നേരം നോക്കി വേണം ഞാൻ ഇങ്ങോട്ട് വരാൻ അല്ലേ? നമുക്കിങ്ങനെ അങ്ങ് കഴിയാം. മറ്റേത് ആപത്താ. അങ്ങേര് ഇവിടെ എങ്ങാനും മൂലയിൽ കഴിഞ്ഞോളൂ. പാൽ. എന്താ പുട്ട് തിന്നുന്നേ? ചോറുണ്ടുന്നില്ലേ? രാത്രി മുതൽ ചോറ് തരുന്ന കിടക്കാരൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കിടക്കുന്നത് ഇവിടെ തന്നെയാണോ? അല്ല, ഞാൻ റാട്ടുവരെ കിടന്നോളാം. എടോ നീ വാടോ. ഇയാള് പുട്ടുണ്ടാക്കുന്ന ഓടക്കൊഴിലാണോ അതോ പുട്ടുകൊഴിലിൽ തന്നെയാണോ? എന്താ കാര്യം? അല്ല, ഇതിന്റെ വണ്ണം കണ്ടോണ്ട് ചോദിച്ചതാ. അല്ല, കൂട്ടുകൊള്ളിൽ തന്നെ. ആഹാ, ഇയാള് പോ. ഞാൻ പറയാം. എന്റെ ആശാനെ, ഇതുകൊണ്ടാ ഞാൻ പാല് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്, മനസ്സിലായോ? ആ, നില്ലിയാ, ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. അകത്ത ആളുണ്ട്. രംഗ സ്വൽപ്പ അശ്ലീലാത്മകമാ. അഡൽസ് വാളി, നമുക്കൊരു ചായ കുടിക്കാം. നീ അവിടെ ചെന്നിരിക്കും. ആരെങ്കിലും വരുമ്പോ കുരയ്ക്കാനില്ലേ നിന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നു. കുരയ്ക്കടാ, ഉറക്കെ കുരയ്ക്ക്.